സമ്പന്നരുടെ ജീവിതം നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, സമ്പത്തായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ എല്ലാവരുടെ ലൈഫിൽ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സാധാരണ ഒരു മിക്ക ആളുകളുടെ ജീവിതത്തിൽ ഈ 4 പലതും അവർ വിട്ടുപോകാറുണ്ട്. ഈ 4 പാർട്ടുകളും ശരിയായ രീതിയിൽ നമുക്കൊന്ന് ഓർഗനൈസ്ഡ് വേയിൽ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സമ്പന്നനാകാൻ സാധിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ എല്ലാ മാസവും ഞങ്ങൾ നിക്ഷേപകർക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് വെബിനാർ സീരീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 1-ാം തീയതിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ആദ്യത്തെ സെക്ഷൻ വരുന്നത്. അന്നേ ദിവസം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം, ഒരു നിക്ഷേപകൻ്റെ ലൈഫിൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത 4 എസെൻഷ്യലിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു നിക്ഷേപകനാണെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു സെക്ഷൻ താങ്കൾ മിസ് ചെയ്യരുത്. താങ്കളെ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് താങ്കൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലിങ്കും ഈ പറഞ്ഞ കാര്യങ്ങളും അവർ താങ്കളായിട്ട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. തൊമിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമുക്കൊരു സമ്പന്നരാകണമെങ്കിൽ നമ്മളുടെ ഒരു സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 4 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മേക്ക് മണി, അതായത് പണം സമ്പാദിക്കുക. ഇപ്പോൾ മേക്ക് മണി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ താങ്കളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് താങ്കൾ വരുമാനം ഏൺ ചെയ്യും. താങ്കളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് സാലറി ആയിട്ട് അല്ലെങ്കിൽ പിന്നെ കമ്മീഷനായിട്ട് ഈ തരത്തിലുള്ള പല മേഖലകളിലൂടെയും താങ്കൾ പണം ഏൺ ചെയ്യും. അപ്പം മേക്ക് മണി എന്നത് ഒരു കാരണവശാലും നമ്മളെ ലൈഫിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് സമ്പന്നനാകണമെങ്കിൽ താങ്കളെ സംബന്ധിച്ച് പണം ഉണ്ടാക്കിയേ പറ്റൂ. പക്ഷേ നിരവധി ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഈ മേക്ക് മണി, പണം വളരെയധികം ഇപ്പം ജോലിയിലൂടെയും ബിസിനസ്സിലൂടെയും എല്ലാം ഏൺ ചെയ്യുന്ന നിരവധി വ്യക്തികളെ നമുക്ക് കാണാം. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം 15 20 വർഷമൊക്കെ കഴിഞ്ഞു നോക്കുന്ന സമയത്ത് വളരെയധികം സമ്പാദ്യം നേടിയ ഒരു മിക്കവരും പക്കൽ വേണ്ടത്ര സമ്പാദ്യമൊന്നും ഇല്ലാതെ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന നിരവധി വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഇത്രത്തോളം പണം സമ്പാദിച്ചിട്ടും, അതായത് വരുമാനം നേടിയിട്ടും, എന്തുകൊണ്ട് അവർക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല? അതിന് ആ ഒരു കാരണമായിട്ട് ബന്ധപ്പെട്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മേക്ക് മണി ഉണ്ട്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവമുണ്ട്, ഇവിടെ സ്പെൻഡ് മണി ഉണ്ട്. സ്പെൻഡ് മണി, ഇവരെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നേടുന്ന സമ്പാദ്യം മൊത്തം നേരെ ഡയറക്റ്റ് കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പം ഈ തരത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ഇതാണ്. അതായത് നമ്മൾ വരുമാനം ഇവിടെ കൂടുന്നുണ്ട്, അതനുസരിച്ച് നമ്മളെ സ്പെൻഡിങ്ങും ഇവിടെ കൂടുന്നുണ്ട്. ഇപ്പം സ്പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് 2 രീതിയിൽ നമ്മുടെ സ്പെൻഡിങ് കൂടാം. ഒന്ന് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, ഓരോ ഐറ്റംസിൻ്റെ വിലയിൽ വരുന്ന വ്യത്യാസം, അത് നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. എന്നാൽ രണ്ടാമത്തെ നമ്മളൊരു സ്പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വരുന്ന ചേഞ്ച്. ഇപ്പം നമ്മളെ വരുമാനം കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഈ നമ്മളെ സ്പെൻഡിങ് കൂടും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡാണ് ഇപ്പം നമ്മൾ നോർമൽ സിറ്റുവേഷനിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ മിക്കവരും ഫോളോ ചെയ്യുന്നത്. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേക്ക് മണിയുടെ സ്പെൻഡ് മണിയുടെ ഇടക്ക് അവരെ സംബന്ധിച്ച് 2 കാര്യങ്ങളും കൂടിയുണ്ട്. അവരെ സംബന്ധിച്ച് അടുത്ത് വരുന്ന ഒരു ബോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സേവ് മണി. സേവ് മണി എന്താണ് സേവിങ്സ്? ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കുടുക്കെടുത്തിട്ട് അതിൽ പൈസ ഇടുന്നു, അത് നമുക്ക് സേവിങ്സ് ആയിട്ട് കൂട്ടാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ബാങ്കിൽ എന്തെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യുന്നു, അത് നമുക്കൊരു സേവിങ്സ് ആയിട്ട് കൂട്ടാം.
പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലെയുള്ള ലിക്വിഡ് ഫണ്ട്സ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഫണ്ട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള തുകകളിലെല്ലാം, ആ തരത്തിലുള്ള നിക്ഷേപ മാർഗങ്ങളിലെല്ലാം നമ്മൾ നിക്ഷേപിക്കുന്നു. അതെല്ലാം സേവ് മണിയായിട്ട് നമുക്ക് കൂട്ടാം. ഇവിടെ ഈ സേവ് മണിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം സേഫ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. എത്രത്തോളം സേഫ്റ്റിയാണ് ഈ ഒരു നിക്ഷേപ മാർഗം, അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ മേക്ക് മണി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നൊരു സർട്ടൻ പെർസെൻറ്റേജ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കണം. എന്തിനു വേണ്ടി ഈ സേവ് മണി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ചിലവഴിക്കാൻ നമുക്ക് പറ്റണം. ഈ തുകയിൽ നിന്ന് നമുക്ക് ചിലവഴിക്കാൻ നമുക്ക് പറ്റണം. ഇനി അടുത്തൊരു ബോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ബോക്സ് ഉണ്ട്, ഇൻവെസ്റ്റ് മണി. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ റിട്ടേൺസ് കിട്ടാവുന്ന രീതിയിൽ നമുക്ക് നിക്ഷേപിക്കാൻ നമുക്ക് സാധിക്കണം. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കാത്ത എല്ലാ നിക്ഷേപ മാർഗങ്ങളെയും നമുക്ക് സേവ് മണി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. അതേസമയം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള എല്ലാ നിക്ഷേപ മാർഗങ്ങളെയും നമുക്ക് ഇൻവെസ്റ്റ് മണി എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുത്താം. അപ്പം നമുക്ക് ഒരു ഐഡിയലായിട്ട്, അതായത് റിച്ച് ആയിട്ടുള്ള ആളുകളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അവരെന്ത് ചെയ്യും, അവരാദ്യം പണം സമ്പാദിക്കും. അത് ജോലിയോ ബിസിനസ്സിലൂടെ ആയിരിക്കും. അതിൽ നിന്ന് ഇവർ പണം സേവ് ചെയ്യും. അതിൽ നിന്ന് തന്നെ ഇവർ വീണ്ടും എന്ത് ചെയ്യും, അവർ ഇൻവെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഇവർ ഈ ഒരു പ്രിൻസിപ്പിൾ ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ നാളുകൾ കഴിയുമ്പോൾ, അത് ചിലപ്പോൾ ഒരു 5 വർഷമായിരിക്കാം, 10 വർഷമായിരിക്കാം, ഇവിടെ അത്യാവശ്യം വലിയൊരു തുക ഇവരെ സംബന്ധിച്ച് ഇവിടെ ഒരു വലിയൊരു നിക്ഷേപം, ഒരു അസറ്റ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടാവും. അതിപ്പം നമുക്ക് അസറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അസറ്റ്സ് ആയിരിക്കാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല അസറ്റ്സും ഇവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിലൂടെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇവരെന്ത് ചെയ്യും, ഇതിൽ നിന്ന് സ്പെൻഡ് ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരും. പക്ഷെ സാധാരണയായ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇവിടെ നിന്ന് നേരെ സ്പെൻഡ് ചെയ്യാനാണ് നോക്കുന്നത്. ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും ഒരു കാലത്തും നമുക്ക് സമ്പന്നരാകാൻ പറ്റാത്തത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം തന്നെ നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് സ്പെൻഡ് മണി കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഒരു മിക്കവർക്കും തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വരുമാനത്തിൻ്റെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ ഞാൻ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു 50% തുക, 50% തുക ഞാൻ സേവിങ്സിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും ഞാനിപ്പോൾ മാറ്റുന്നുണ്ട്. പക്ഷെ പണ്ട് എനിക്ക് 50% എനിക്ക് മാറ്റാൻ പറ്റില്ലായിരുന്നു. ഞാൻ തുടങ്ങിയത് ഒരു 10% തുകയിൽ നിന്നാണ്. 10%-ൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഒരു 50%-ലേക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത 5 വർഷത്തിനുള്ളിൽ ഒരു 100% തുകയും എനിക്കൊരു സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയിലേക്ക് എത്തുക. അതിനുശേഷം എൻ്റെ ചെലവിനുള്ള തുക ഈ ഒരു മെത്തേഡിലൂടെ കണ്ടെത്താൻ സാധിക്കാം. ഇതാണ് ഞാനിപ്പോൾ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ താങ്കൾ ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ ഒരു അവസ്ഥയിലാണ് താങ്കൾ ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ എത്ര വരുമാനം ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും താങ്കൾക്ക് വലിയ രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ താങ്കൾക്ക് സാധിക്കില്ല. അതിന് പകരം ഈ ഒരു സിസ്റ്റം, അതായത് മേക്ക് മണിയിൽ നിന്ന് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും താങ്കൾക്ക് സാധിക്കണം. അത് പറ്റുമെങ്കിൽ
അധികം താമസിക്കാതെ തന്നെ എത്രത്തോളം കൂടുതൽ ഈ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുമോ അത്രത്തോളം കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു തുകയിൽ നിന്ന് താങ്കൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു തുക കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് താങ്കൾ എത്തിച്ചേരുക. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ജോലി ചെയ്യുന്നു, വരുമാനം ഏൺ ചെയ്യുന്നു, ഈ നിക്ഷേപം നമ്മൾക്ക് വേണ്ടി പണിയെടുക്കുന്നു, അതിലൂടെ നമ്മൾക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നു. അങ്ങനെ നമുക്ക് അത്യാവശ്യം വളരെ വലിയ രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്കൊരു സമ്പന്നനാകാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ഈ ഒരു വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇപ്പോൾ ഈ ഒരു മെത്തേഡായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം താങ്കൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് താങ്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവർ താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.